ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഫ്റ്റിയുടെ ഇന്നത്തെ നിഫ്റ്റിയുടെ മൊമെൻ്റ് ആണ്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 8 ജൂലൈയിലെ പെർഫോമൻസ് ആണ്. ഇന്ന് മോർണിംഗ് സൈഡിൽ നിഫ്റ്റി നമുക്ക് കണ്ടിന്യൂവേഷൻ ആയിട്ട് മാർക്കറ്റ് പോയി. മോർണിംഗിൽ തന്നെ മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയായിരുന്നു. അതിനുശേഷം ബൈ സൈഡിലേക്ക് ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ബൈ സൈഡ് സ്ട്രോങ് അല്ല, നമുക്ക് ഡൗൺ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ബൈ സൈഡിൽ തന്നെങ്കിൽ നമ്മൾ കൺഫേം ആകാതെ തിരിച്ച് മാർക്കറ്റ് 12 മണിക്ക് ശേഷം മാർക്കറ്റ് ഇറങ്ങുമായിരുന്നു. അവിടെ നല്ലൊരു ഡൗൺ ഇൻഡിക്കേഷൻ പോയി. 1.5 ശേഷം സ്ട്രോങ് ആയിട്ടൊരു ഡൗൺ മൂവ്മെൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ സോഫ്റ്റ് അവിടെ സെല്ല് തന്നെ കണ്ടിന്യൂവേഷൻ ചെയ്യാമെന്നുള്ളൊരു ഇൻഡിക്കേഷൻ നമ്മുടെ 5 മിനിറ്റ്സ് ചാർട്ടിൽ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രഷേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ട്രേഡിൽ ഒരുപാട് അവോയ്ഡ് ചെയ്യാം. നമുക്ക് സോഫ്റ്റിൽ കറക്റ്റായിട്ട് അത് സൈഡ് വേസ് മാർക്കറ്റൊക്കെ നമുക്ക് എക്സ്ട്രാ കളർ വഴി കറക്റ്റായിട്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. കൺഫർമേഷൻ കറക്റ്റായിട്ട് വരുന്ന ട്രേഡുകൾ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള നമുക്ക് മാർക്കറ്റ് കറക്റ്റായിട്ട് തരികയും നമ്മുടെ സോഫ്റ്റ് കറക്റ്റായിട്ട് തരികയും ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് ആക്ച്വലി ഫേക്ക് ആയിട്ടുള്ള ട്രേഡിൽ ഒരുപാട് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സോഫ്റ്റ് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ലൈവ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് മോർണിംഗിൽ തന്നെ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയത് തലേദിവസത്തെ കണ്ടിന്യൂഷൻ ആണ്. സ്കാൽപ്പിംഗ് എൻട്രി ആയിട്ട് മോർണിംഗിൽ തന്നെ റിട്ടേൺ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം കണ്ടിന്യൂഷൻ പോയ മാർക്കറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് ബൈ സൈഡിലേക്ക്, അതായത് മാർക്കറ്റ് ചെറുതായിട്ട് തിരിച്ച് കയറിയെങ്കിലും ബൈ തന്നെങ്കിലും താഴത്തെ കൺഫർമേഷൻ പറ, അതായത് ഈ ഗ്രീൻ കളർ അപ്പാറുമാണ് ബൈ ട്രേഡ്, റെഡ് ആണ് സെല്ല്. അപ്പോൾ ഇത് നമുക്ക് സിഗ്നൽ തരുന്ന സമയത്ത് അലേർട്ട് തരും. ലേറ്റസ്റ്റ് സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് ആണ് മുകളിൽ എഴുതി വരിക. ഇപ്പോൾ ലാസ്റ്റ് തന്ന സെല്ലിൻ്റെ ഇൻഡിക്കേഷനാണ് 12:05 അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റും താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് സെൽ ഓൾറെഡി താഴെ നേരത്തെ തൊട്ടേ സെല്ലുള്ളതുകൊണ്ട് നമുക്കിവിടെ ബൈ സൈഡ് ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു സ്കാൽപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് തന്നെ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെ ബ്ലൂ ആണ് തന്നെങ്കിലും നമ്മുടെ സോഫ്റ്റ് അവിടെ താഴെ റെഡ് ആയി തിരിച്ചിറങ്ങും. പക്ഷേ സ്കാൽപ്പിംഗ് ട്രേഡ് നമുക്ക് ചെയ്യാം. കാരണം ബൈ സ്ട്രോങ് അല്ലാന്നാണ് ഇൻഡിക്കേഷൻ 5 മിനിറ്റ്സിൽ അവിടെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ട്രേഡ് എടുത്ത മാർക്കറ്റ് ചെറുതായിട്ട് ഇറങ്ങിയ ശേഷം ഇവിടെ ഒരു പുൾ ബാക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ താഴത്തെ ബാർക്കൾ നമുക്ക് റെഡ് ആയി തിരിച്ച് മാർക്കറ്റ് ഇറങ്ങും എന്നുള്ള ഇൻഡിക്കേഷൻ അവിടെ തന്നിട്ടുണ്ട്. എക്സിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് എൻട്രി നമുക്ക് ഇവിടെ നിന്ന് സപ്പോർട്ട്, നെക്സ്റ്റ് കട്ടിങ് അടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് 1.5 ശേഷം നമുക്ക് മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നല്ലൊരു ഇൻഡിക്കേഷൻ ആയിരുന്നു. അതിൻ്റെ പുട്ട് സൈഡിൽ ഞാൻ 24,200 പി സൈഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് മോർണിംഗിൽ തന്നെ ബൈസിക്കിൾ തന്നാണ്. അവിടുന്ന് പിന്നെ ഒരു സിക്കിൾ തന്നിട്ടില്ല. ആ ബൈല ഫസ്റ്റ് തന്നിരിക്കുന്ന 117 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് 3 എണ്ണം. ആദ്യം ഫസ്റ്റ് തന്നെ മാർക്കറ്റ് പെട്ടെന്ന് അടിച്ചു കയറുമായിരുന്നു. അവിടെ നിന്ന് പിന്നെ തിരിച്ചിറങ്ങിയിട്ട് ഇവിടെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 111 എൻട്രി പോയിട്ടുണ്ട്. 155 വരെ, അതായത് 155 വരെ പോയ ശേഷം തിരിച്ച് മാർക്കറ്റ് കുറച്ചിറങ്ങി 141 നല്ലൊരു ബ്രേക്ക് ഔട്ട് പോയി. അവിടെ നല്ലൊരു ട്രേഡാണ്. നല്ല ട്രേഡ് എന്ന് പറഞ്ഞാൽ 419 വരെ അത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ ബാക്കാണ് മാർക്കറ്റ്. സെൽ സൈഡിലേക്ക് ആയിട്ടില്ല, തിരിച്ച് മാർക്കറ്റ് റിട്രേസ്മെൻ്റ് ആണ്. അവിടെ നിന്ന് കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്. കാരണം സോഫ്റ്റ്വെയറിൽ ഫേക്ക് ട്രേഡിൽ ഒരുപാട് ഓടിച്ചാൽ നമുക്ക് അവിടെ സെൽ ഹോൾഡ് ചെയ്യണോ തിരിച്ച് മാർക്കറ്റ് അഗെയിൻ കയറുമോ എന്നുള്ള ഇൻഡിക്കേഷൻ കറക്റ്റായിട്ട് അത് സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. അപ്പം നിഫ്റ്റിയുടെ ആ ഒരു ഇന്നത്തെ മോർണിംഗ് സൈഡിലെ ആ ഒരു ട്രേഡ് തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ തന്ന വളരെ നല്ലൊരു എക്സാമ്പിളാണ്. അവിടെ നോക്കുകയാണെങ്കിൽ ബൈ സൈഡ് കൺഫേം അല്ല, തിരിച്ച് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഇൻഡിക്കേഷൻ വരും എന്നുള്ള ഇൻഡിക്കേഷൻ സോഫ്റ്റ്വെയർ അവിടെ ലൈവിൽ തന്നിട്ടുണ്ട്. എഗെയിൻ തിരിച്ച് മാർക്കറ്റ് 1-2 പ്രാവശ്യം മാർക്കറ്റ് ചെറുതായിട്ട് കയറാൻ ശ്രമിച്ചെങ്കിൽ സെല്ല് തന്നെ ഹോൾഡ് ചെയ്യാൻ അവിടെ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ലൈവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാകും. ഡീറ്റെയിൽസിന് വേണ്ടി കോൺടാക്ട് ചെയ്യും.